ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മഴയാണ് കേട്ടോ. പിന്നെ രാത്രി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ മഴയാണ്, കറണ്ടൊക്കെ പോയി. പിന്നെ രാവിലെ കറണ്ടൊക്കെ വന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ്, ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് ആർക്കും എവിടേക്കും പോകാനൊന്നുമില്ല, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഒരു 6:30ക്ക് എഴുന്നേറ്റു, ചായ വെച്ചു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഞാൻ ഉപ്പിട്ട് സെറ്റാക്കി കലക്കി വെക്കുകയാണ്. എനിക്ക് പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി തീരെ ഇഷ്ടമില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. നല്ല ഇഡ്ഡലിയൊക്കെയാണ് കേട്ടോ, മയമൊക്കെ ഉള്ള ഇഡ്ഡലിയാണ്. പക്ഷെ എന്തോ എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്കെൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയിരുന്ന ഇഡ്ഡലിയാണ് ഇഷ്ടം. അത് പച്ചരിയിലാണ് കേട്ടോ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഡ്ഡലിപ്പന്നിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അമ്മ എന്നും പച്ചരിയിലാട്ടോ ഉണ്ടാക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചമുളകിട്ട ചട്നിയും പച്ചരിയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ അതൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എന്തോ അതുപോലെയൊന്നും വന്നില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഇഡ്ഡലിപ്പന്നിയിലാണ് ഉണ്ടാക്കുക. പച്ചരിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് സെറ്റായി വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താപ്പോൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് നല്ല കുറുവരി ആയതുകൊണ്ട് തന്നെ തിളപ്പിച്ച് വറക്കാമെന്ന് വിചാരിച്ചു. കാരണം തലേദിവസത്തെ ചോറ് വെള്ളമൊഴിച്ച് തണുപ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഏട്ടൻ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ എന്നാലും തിളപ്പിച്ച് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ അടുപ്പിൽ ഒഴിക്കാൻ ഇനിയിപ്പോൾ തേങ്ങാ ചട്നി അരയ്ക്കണം. പിന്നെ സാമ്പാറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉള്ളിച്ചമ്മന്തി ഇന്ന് അരയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ തിളപ്പിക്കാനുള്ള ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ നോക്കി നിന്ന് അങ്ങനെ ചായ കുടിക്കുകയാണ്. സമയം കുറച്ചായപ്പോൾ ഇന്ന് രാവിലെ ആണല്ലോ ഫുട്ബോൾ കളി. അപ്പോൾ ഏട്ടനും മോനും കളി കാണുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ്. കഷ്ണങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ ഉള്ള കഷ്ണം വെച്ചിട്ട് ഒരു സാമ്പാർ വെക്കുകയാണ് കേട്ടോ. ഉപ്പേരി അതെ, ഉള്ള കഷ്ണം വെച്ചിട്ട് കായും ക്യാരറ്റും കൂടി കോമ്പിനേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ വറവിട്ടു. പിന്നെ സാമ്പാർ ചട്നിയും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. അപ്പം ഞാൻ ഇന്നാളൊരു മുളക് കൊണ്ടാട്ടത്തിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, തൈരിലിടുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ മഴ കാരണം എനിക്കത് സെറ്റായിട്ട് ഉണക്കിയെടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നലെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ നന്നായിട്ട് വെയിൽ കൊണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ അത് ശരിക്കും ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നും നല്ല വെയിൽ കൊണ്ടാലാണ് അത് ഉണങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പേരിയിലിടാൻ പച്ചമുളകില്ല കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ തോട്ടമൊക്കെ ആകെ കാട് കയറി കിടക്കുകയാണ്. എനിക്ക് തണുപ്പ് വന്ന അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം തന്നെ എനിക്കിപ്പോൾ ഇവിടെ വൃത്തിയാക്കാൻ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. വൃത്തിയാക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കൊന്ന് വീണ്ടും ഇതുപോലെ കാടൊക്കെ വരും. അപ്പോൾ പച്ചമുളകാണെങ്കിൽ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാൻ പോകാൻ പുല്ലിൽ കൂടെ നടന്നു പോകാനാണ് പേടി. പിന്നെ ഞാൻ അത്യാവശ്യത്തിനെല്ലാം അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ പൊട്ടിക്കണം. അപ്പോൾ പച്ചമുളക് വാങ്ങേണ്ടിയൊന്നും വരാറില്ല. കൂട്ടാനായാലും ഉപ്പേരിക്കായാലും ഒക്കെ ഞാൻ അത്യാവശ്യത്തിനുള്ളതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾ എണീറ്റ് കാരണം വീഡിയോ പിന്നെ അവൾ എടുത്തു തരും. മഴ കാരണം ട്രൈപോഡ് പുറത്ത് വെച്ച് ഫോൺ പുറത്ത് വെച്ചൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുളകൊക്കെ പൊട്ടിക്കാൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം വെയിൽ വന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുളക് മുകളിലേക്ക് ഇടാൻ പോയിരിക്കുകയാണ് കേട്ടോ. മുകളിൽ പോയി നല്ലോണം പരത്തിയിട്ടു. ഇന്ന് നല്ല ഒരു 3-4 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ പാകമാവും. പക്ഷേ അങ്ങനെ വെയിൽ കിട്ടണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മഴക്കാറ് വന്നു. ഞാൻ മുളകൊക്കെ എടുത്ത് പോന്നു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഞാൻ ചായയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ രാവിലത്തെ ഇഡ്ഡലി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ സാമ്പാർ കൂട്ടിയിട്ടൊന്നും ഇവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്തു കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ചുവന്ന മുളകില്ലേ കടയിൽ നിന്ന് വാങ്ങണേ, അത് നമ്മുടെ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റാവും. പക്ഷേ നമ്മൾ അടുപ്പൊന്നും കത്തിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാനൊന്നുള്ള സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പപ്പടം കാച്ചുന്ന എണ്ണയിൽ ഞാൻ ഇതൊന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ദൂരത്ത് മാറി നിൽക്കണേ, മുഖത്ത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് നന്നായി വറുത്ത് മൊരിച്ചെടുക്കുക കേട്ടോ മുളക്. പെട്ടെന്നൊരു ചട്നിയോ ചമ്മന്തിയോ സാമ്പാറോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ സെറ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ, അടിപൊളിയായിട്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പെട്ടെന്ന് പറ്റും, 5 മിനിറ്റ് കൊണ്ട്. നമുക്ക് മുളക് വറുത്തെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ പാകമായി കഴിഞ്ഞാൽ 2 പപ്പടവും കൂടി വേണം കേട്ടോ. ഈ 2 സാധനം മാത്രം മതിയാവും ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ മുളക് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പപ്പടവും കൂടെ അതിൻ്റെ ഒപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ
മുളക് പൊടിക്കുമ്പോൾ നന്നായി ചൂടാറിയാൽ മാത്രം കേട്ടോ അത് പെട്ടെന്ന് പൊടിഞ്ഞ് വരുള്ളൂ, അല്ലെങ്കിൽ പൊടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവേ. അപ്പം ഞങ്ങളതൊക്കെ പൊടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ആയാലും ദോശയ്ക്കായാലും എന്തായാലും ഒപ്പിക്കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒരു നേരം ചട്നി ചമ്മന്തി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന 2 സാധനങ്ങളാണ്. പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വേണ്ട. എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ 2 മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഇതുവരെ ഇതുണ്ടാക്കി നോക്കാത്തവരും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ മുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ല എരിവാണ് കേട്ടോ ഈ പൊടിക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലൂടെ മാത്രമാണ് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.